അഭിനയം പഠിക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ അതെങ്ങനെ? ഈ വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ ചർച്ച ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അഭിനയം പഠിക്കാൻ പറ്റും എന്ന ട്യൂട്ടോറിയലിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ പ്രസന്നൻ മുളഞ്ഞൂർ, തിരക്കഥാകൃത്തും സംവിധായകനും നിർമ്മാതാവുമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം അഭിനയം പഠിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നതാണ്. സമയം കളയാതെ നമുക്ക് വിഷയത്തിലേക്ക് പോവാം. നമുക്ക് ചുറ്റുമുള്ള 99.4% ആളുകൾക്കും സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. അവർ സിനിമയിൽ അഭിനയിക്കുന്നത് സ്വപ്നം കാണുന്നവരാണ്. താൻ താരാരാജാവായി വെള്ളിത്തിരയിൽ മിന്നിത്തിളങ്ങുന്നത് സ്വപ്നം കാണുന്നവരുണ്ട്. അതുപോലെ തന്നെ സിനിമയുടെ പുറകെ, സ്വപ്നങ്ങളുടെ പുറകെ ഓടി നടക്കുന്നവരുണ്ട്, ഓടി തളർന്നവരുണ്ട്, അഭിനയിക്കാൻ വേണ്ടി ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് അഭിനയിക്കാൻ പറ്റും എന്ന ട്യൂട്ടോറിയൽ ആരംഭിച്ചിരിക്കുന്നത്. നമ്മൾ കുറച്ചു കാലം സിനിമയുടെ പുറകിൽ ഓടിയാൽ നമുക്ക് എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടും. അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ നമ്മൾ നേരെ മേക്കപ്പ് ഇട്ട് ക്യാമറയുടെ മുന്നിലേക്ക് വരും. ക്യാമറയുടെ മുന്നിലെത്തിയ നമ്മുടെ ഹൃദയത്തിലൊരു അടിയുണ്ട്, ടെൻഷൻ. നമ്മുടെ മനസ്സ് നമ്മളോട് തന്നെ ചോദിക്കും, നിനക്ക് അഭിനയിക്കാൻ പറ്റുമോ? നീ അഭിനയിച്ചാൽ ശരിയാവുമോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കും. അതിന് ഉത്തരം കിട്ടാതെ നമ്മുടെ കോൺഫിഡൻസുകളെല്ലാം നഷ്ടപ്പെട്ട് നമ്മൾ വീണുടഞ്ഞ് നശിച്ചു പോകും. എന്താ ചെയ്യേണ്ടതെന്നറിയാത്തൊരവസ്ഥ. നമ്മളാകെ തളർന്ന് വീഴും. ഇങ്ങനൊരവസ്ഥ പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഇനി തകർന്നടിഞ്ഞ് വീണു പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിരന്തരം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ? അതായത് നിത്യാഭ്യാസി ആനയെ എടുക്കും എന്ന് പറഞ്ഞതുപോലെ നിരന്തരം എല്ലാ ദിവസവും നിങ്ങൾ അഭിനയം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഭിനയിക്കാൻ പറ്റും. സംശയമുണ്ടോ? ഒരു ഉദാഹരണ സഹിതം ഞാനത് വ്യക്തമാക്കി മനസ്സിലാക്കി തരാം. നമ്മുടെ പാരൻസ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ്, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അങ്ങനെ നമ്മുടെ ആരോടെങ്കിലുമൊക്കെ നമ്മൾ നുണ പറഞ്ഞിട്ടില്ലേ? അതവർ വിശ്വസിച്ചിട്ടില്ലേ? ഉദാഹരണം ഞാൻ വ്യക്തമായി പറഞ്ഞു തരാം. നമ്മൾ തിരക്ക് പിടിച്ച ഒരു റോഡിലൂടെ പോവുകയാണ്. തിരക്ക് പിടിച്ച റോഡിലൂടെ അല്ല, നമുക്ക് തിരക്കുണ്ട്. ആ തിരക്കും വെച്ച് നമ്മൾ സ്പീഡിൽ ഒരു റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുക. ആ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഒരു പഴയകാല സുഹൃത്തിനെ നമ്മൾ കണ്ടുമുട്ടുകയാണ്. അയ്യോ, അവനെ കണ്ടാൽ വല്ലാതെ നേരം വൈകും, അതുകൊണ്ട് അവനെ കാണാത്ത രീതിയിൽ പോവാന്നുള്ളത് വിചാരിച്ച് നമ്മൾ അവനെ കാണാത്ത രീതിയിൽ ഇങ്ങനെ നടന്നു പോകും. അങ്ങനെ പോകുമ്പോൾ അവൻ പിറകുന്ന് വിളിച്ചു, ഡാ എന്ന് വിളിച്ചു. നമ്മൾ കേട്ട ഭാവേന്ന് അടിച്ചില്ല, നമ്മളെ അല്ല വിളിക്കണമെന്നുള്ള ധാരണയിൽ നമ്മൾ പോയി. അങ്ങനെ പോകുമ്പോൾ അവൻ വീണ്ടും വിളിച്ചു, ഡാ പ്രസന്ന എന്ന് വിളിച്ചു. നമ്മുടെ പേരാ വിളിച്ചിരിക്കുന്നത്. നമുക്ക് തിരിഞ്ഞു നോക്കാതിരിക്കാൻ പറ്റില്ല. നമ്മൾ നേരെ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അവനെ കാണുന്നത്. നമ്മൾ ആദ്യമായിട്ട് അവനെ കാണുന്നത് പോലെ, എടാ നീയോ, നിന്നെ ഞാൻ കണ്ടതേ ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ നേരെ അവൻ്റെ അടുത്ത് പോയി കൈ കൂട്ടി പിടിക്കും. അവൻ നമ്മുടെ കയ്യും പിടിക്കും. എന്നിട്ട് അവൻ നമ്മളോട് കുശലം ചോദിക്കും. നമ്മളതിനൊക്കെ ഉത്തരം പറഞ്ഞിട്ട് നമ്മൾ അവനോടും 1-2 കുശലം ചോദിച്ച് നമ്മൾ പറയും, ഞാൻ വളരെ തിരക്കിലാണ്, അതുകൊണ്ട് നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് പിന്നെ കാണാം എന്ന് പറഞ്ഞ് നമ്മൾ അവൻ്റെ അടുത്തുനിന്ന് പോവും. അങ്ങനെ നമ്മൾ അവൻ്റെ അടുത്തുനിന്ന് പോയി കഴിഞ്ഞും പിന്നീടും നമ്മളവനെ കണ്ടിട്ടും കാണാത്തതുപോലെ അഭിനയിക്കുകയാണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ, അതായത് നമ്മളവനെ കണ്ടിട്ടും കാണാത്തതുപോലെ അഭിനയിക്കുകയാണെന്ന് അവന് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു നടനാണ് അല്ലെങ്കിൽ നടിയാണ്. നാളത്തെ സിനിമ നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് അഭിനയിക്കാൻ അറിയാത്തതല്ല പ്രശ്നം, നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ അറിയാത്തതാണ് പ്രശ്നം.
റീക്രിയേറ്റ് ചെയ്യാൻ കഴിയാത്തതാണ് പ്രശ്നം. അതായത് സംവിധായകൻ ക്യാമറ സ്റ്റാർട്ട് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ട നമ്മുടെ സുഹൃത്ത് അവനെ കണ്ടിട്ടും കാണാതെ പോയതുപോലെ നമുക്ക് അഭിനയിക്കാൻ കഴിയാത്തതാണ് നമ്മുടെ പ്രശ്നം. അവനെ കണ്ടിട്ടും കാണാതെ പോയത് റീക്രിയേറ്റ് ചെയ്യാൻ കഴിയാത്തതാണ് നമ്മുടെ പ്രശ്നം. അങ്ങനെ റീക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ ട്യൂട്ടോറിയൽ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് റീക്രിയേറ്റ് ചെയ്യാൻ കഴിയും, നിങ്ങൾക്ക് അഭിനയിക്കാൻ കഴിയും എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. വിശ്വാസമില്ലേ? വിശ്വാസമുണ്ടെങ്കിൽ നമുക്കൊന്നിച്ച് നിൽക്കാം, നമുക്കൊന്നിച്ച് മുന്നോട്ട് പോവാം. ആത്മവിശ്വാസമുണ്ടെങ്കിൽ മാത്രം. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അഭിനയിക്കാൻ കഴിയും, റീക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഇതിനെക്കുറിച്ചൊക്കെ എങ്ങനെ റീക്രിയേറ്റ് ചെയ്യണം, എങ്ങനെ അഭിനയിക്കണം, അഭിനയത്തിൻ്റെ ബാലപാഠങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ തുടർന്നുള്ള ട്യൂട്ടോറിയലിൽ നമ്മൾ വിവരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിക്കണം. എങ്കിലേ ഞാൻ തുടർന്ന് ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്.